ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. രാഗിണി മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ചായക്കാരൻ വിളിച്ചുകൊണ്ടിരുന്നു, ചായ ചായ, ചൂടുള്ള ചായ. പിന്നെ വെള്ളം വിൽക്കുന്നവൻ വന്നു. വെള്ളം വേണോ? വെള്ളം, നല്ല തണുത്ത വെള്ളം, 20 രൂപ. ഒരു കുപ്പി 20 രൂപ, നല്ല തണുത്ത വെള്ളം. പിന്നെ പാൻ വിൽക്കുന്നവൻ വന്നു. 14 രൂപയ്ക്ക് 2 രാജൻ പാൻ മസാല. വാങ്ങിച്ചോളൂ, ഇതിന് നല്ല രുചിയാണ്. വിജയൻ നിങ്ങളെ തേടി വരും. ഡാഡി, ഇവരെന്തൊരു ശബ്ദമാ ഉണ്ടാക്കുന്നത്? അതേ മോളെ, ചില സമയത്ത് ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റില്ല. അവരുടെ ജോലി അതാണ്, അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നിന്റെ ഡാഡിയുടെ നാടെത്താനായി. സീതാപൂരിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സ്റ്റേഷൻ ഇപ്പോഴെത്തും. അതെയോ? ഞാൻ വാതിലിന്റെ അടുത്ത് പോയി നിൽക്കട്ടെ, എനിക്ക് വല്ലാത്ത തലവേദന. രാഗിണി എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നു. നല്ല തണുത്ത കാറ്റ് അവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ചൂളം വിളിച്ച് നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിൽ ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങ് ദൂരെ ഗ്രാമത്തിൽ വെളിച്ചം മിന്നുന്നത് അവൾ കണ്ടു. അപ്പോൾ കാറ്റ് അതിശക്തമായി അടിച്ചു. രാഗിണിയുടെ ദുപ്പട്ട കാറ്റിൽ പറന്നുപോയി. രാഗിണി രക്ഷപ്പെട്ടു. അവൾ തിരിച്ചു വന്ന് സീറ്റിലിരുന്നു. മമ്മി, എനിക്ക് ഇഷ്ടപ്പെട്ട ദുപ്പട്ട പറന്നുപോയി. ഇത്ര നിസ്സാരമായ കാര്യത്തിന് ഈ പെണ്ണിരുന്ന് കരയുന്നത് കണ്ടോ? വേറൊന്ന് വാങ്ങിത്തരാൻ ഞാൻ പോരെ? കണ്ടില്ലേ, നമ്മൾ ഗ്രാമം ക്രോസ് ചെയ്താ പോകുന്നേ. എന്ത് ഭംഗിയാണല്ലേ. അത് ശരിയാ. നമ്മൾ എന്താ നിങ്ങളുടെ നാട്ടിലേക്ക് പോകാത്തത്? നല്ല രസമായിരിക്കും. ഇപ്പൊ അവിടെ ആരും തന്നെ ഇല്ല. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ദൈവത്തിന്റെ അടുത്തെത്തി. അതുകൊണ്ടാ നമ്മളിപ്പോ നഗരത്തിൽ ജീവിക്കുന്നേ. രാഗിണി വീട്ടിലെത്തി തന്റെ മുറിയിലേക്ക് കയറി. ബാഗ് കട്ടിലിൽ വെച്ചപ്പോൾ മൊബൈൽ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. അവൾ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ താഴെ അവളുടെ ദുപ്പട്ട കിടക്കുന്നത് കണ്ടു. അവൾ അതിശയിച്ചു. ഈ ദുപ്പട്ട ട്രെയിനിൽ വെച്ച് പറന്നു പോയതാണ്. അതെങ്ങനെ ഇവിടെ വന്നു? അവൾ വേഗം അതെടുത്തു. എന്നിട്ട് ഷോൾഡറിലിട്ടു കണ്ണാടിയിൽ നോക്കി. അവളുടെ പുറകിൽ ഒരു പ്രേതം നിൽക്കുന്നത് കണ്ടു. അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്ന കണ്ണുകളും അവൾ കണ്ടു. പാറിപ്പറക്കുന്ന മുടിയും കണ്ടു. രാഗിണി പേടിച്ച് നിലവിളിക്കാൻ ആരംഭിച്ചപ്പോൾ പ്രേതം അവളുടെ വായ പൊത്തിപ്പിടിച്ചു. രാഗിണി ബോധം കെട്ടു. രാത്രി മണി 12 അടിച്ചു. രാഗിണിയുടെ മമ്മിയും ഡാഡിയും ഉറങ്ങുകയായിരുന്നു. വാതിൽ പതുക്കെ താനെ തുറന്നു. രാഗിണിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അവൾ സാവധാനം മുന്നോട്ട് നീങ്ങി. ഡാഡിയുടെ അടുത്ത് ചെന്ന് അവൾ പല്ലുകൾ ഞെരിച്ചു. അവളുടെ മുഖം ചുവന്നു. അവൾ ഒരു യക്ഷിയായി. യക്ഷി കത്തി ഉയർത്തി രാജേന്ദ്ര ബാബുവിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒഴിഞ്ഞു മാറിയപ്പോൾ അയാൾ താഴെ വീണു. കത്തി ബെഡിൽ തറച്ചു. അയാൾ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. രാഗിണിയുടെ അമ്മ എഴുന്നേറ്റു. അവൾ അതിശക്തിയായി അടിച്ചു. ഡാഡിയും എഴുന്നേറ്റു. രാഗിണിയുടെ കയ്യിൽ നിന്ന് അയാൾ കത്തി വലിച്ചെറിഞ്ഞു. നീ എന്നെയാണോ കൊല്ലാൻ പോകുന്നേ? രാഗിണി, നിനക്ക് എന്താ പറ്റിയത്? പറയേ. ഞാൻ രാഗിണിയല്ല, സുരേഖയാണ്. ഇപ്പോൾ ഓർമ്മ വന്നോ? സുരേഖയോ? ഏത് സുരേഖ? ഞാൻ അതേ സുരേഖയാണ്, നിങ്ങൾ ചതിച്ച സുരേഖ. കോളേജിൽ പഠിച്ചപ്പോൾ നടന്നത് ഓർമ്മയില്ലേ? സുരേഖയും രാജേന്ദ്രനും ഒരേ കോളേജിലാണ് പഠിച്ചത്. രണ്ടുപേരും വളരെയധികം പ്രണയത്തിലായിരുന്നു. അന്ന് എല്ലാവരും സംസാരത്തിനാണ് കൂടുതൽ സമയം ചിലവാക്കിയിരുന്നത്. അന്ന് മൊബൈലും ന്യൂസ് ചാനലും ഒന്നും ഇല്ലായിരുന്നു. സുരേഖേ, നമ്മുടെ പ്രേമത്തിന്റെ കാര്യം എന്തായി? അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുവോ? ഒരു പ്രാവശ്യം സംസാരിച്ചു നോക്കൂ. അവർ സമ്മതിച്ചില്ലെങ്കിൽ വേറെന്തെങ്കിലും വഴി നോക്കാം. അല്ല, വേറെ വഴി എന്താ ഉള്ളത്? വേറെ വഴി ഒന്നേ ഉള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുക. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെയൊന്നും പറയല്ലേ. നമുക്ക് വീട് വിട്ട് ഒളിച്ചോടാം. നീ നാളെ സീതാപുരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്ക്. ഞാനും അവിടെ എത്താം. പിന്നെ ബാദൽപൂർ എക്സ്പ്രസിൽ കയറി നമുക്ക് മുംബൈയിലെത്താം. അവിടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. ശരി, നിങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തണം. സുരേഖ അതിരാവിലെ അവിടെ എത്തി. അവൾ രാജേന്ദ്രനെ കാത്തിരുന്നു. നേരം സന്ധ്യയായി. പക്ഷെ രാജേന്ദ്രൻ വന്നില്ല. സുരേഖ എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷെ നിങ്ങൾ വന്നില്ല. ഞാൻ ശാന്തിപൂർ സ്റ്റേഷനിൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും വരില്ലെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഇന്ന് നിങ്ങൾ അവിടെ എത്തി. അന്ന് എനിക്ക് എന്തോ സംഭവിച്ചെന്ന് നിനക്കറിയാമോ? കാരണം നിങ്ങൾ ചതിയനാണ്. ഈ യക്ഷിയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഇരുന്നതാണ്. ഇല്ല, ഞാനൊരു ചതിയനല്ല. എനിക്കൊരു അപകടം പറ്റിയതാ. അതിലെന്റെ കാലറ്റുപോയി. ഇത് എന്റെ കാല് കണ്ടില്ലേ? അതിനുശേഷം ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു. പക്ഷെ നിന്നെ കണ്ടെത്താൻ പറ്റിയില്ല. നിന്റെ വീട്ടുകാര് പറഞ്ഞു നീ എങ്ങോട്ടോ പോയെന്ന്. അതിനുശേഷം ഞാൻ ആ നാട്ടിൽ നിന്ന് തന്നെ പോയി. യക്ഷിയുടെ കോപം തണുത്തു. അവരുടെ പ്രണയ കഥ കേട്ടപ്പോൾ രാഗിണിയുടെ മമ്മി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അനിയത്തി,
നീ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പ്രണയിച്ചു. പ്രണയിക്കുന്നവരെ ദുഃഖിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് എന്റെ മകളെയും എന്റെ ഭർത്താവിനെയും വിട്ടേക്കൂ. നിങ്ങളോട് ഞാൻ നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്ക് മുക്തി നൽകൂ. എങ്ങനെ ഞാൻ മുക്തി തരേണ്ടത്? എന്റെ മേൽ പവിത്രമായ ഗംഗാജലം തെളിക്കൂ. എന്നിട്ട് ആ ദുപ്പട്ട കത്തിക്കൂ. ഞാൻ മുക്തി പ്രാപിക്കും. രാജേന്ദ്രബാബു പൂജാമുറിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാഗിണിയുടെ മേൽ തെളിച്ചു. എന്നിട്ട് അവളുടെ ദുപ്പട്ട കത്തിച്ചു. രാഗിണി ബോധം കെട്ടു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സമർത്ഥരായി പ്രവർത്തിക്കേണ്ടതാണ്. ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. രാഗിണി മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ചായക്കാരൻ വിളിച്ചുകൊണ്ടിരുന്നു, ചായ ചായ, ചൂടുള്ള ചായ. പിന്നെ വെള്ളം വിൽക്കുന്നവൻ വന്നു. വെള്ളം വേണോ? വെള്ളം, നല്ല തണുത്ത വെള്ളം, 20 രൂപ. ഒരു കുപ്പി 20 രൂപ, നല്ല തണുത്ത വെള്ളം. പിന്നെ പാൻ വിൽക്കുന്നവൻ വന്നു. 14 രൂപയ്ക്ക് 2 രാജൻ പാൻ മസാല. വാങ്ങിച്ചോളൂ, ഇതിന് നല്ല രുചിയാണ്. വിജയൻ നിങ്ങളെ തേടി വരും. ഡാഡി, ഇവരെന്തൊരു ശബ്ദമാ ഉണ്ടാക്കുന്നത്? അതേ മോളെ, ചില സമയത്ത് ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റില്ല. അവരുടെ ജോലി അതാണ്. അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നിന്റെ ഡാഡിയുടെ നാടെത്താനായി. സീതാപൂരിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമേയുള്ളൂ. സ്റ്റേഷൻ ഇപ്പോഴെത്തും. അതെയോ? ഞാൻ വാതിലിന്റെ അടുത്ത് പോയി നിൽക്കട്ടെ, എനിക്ക് വല്ലാത്ത തലവേദന. രാഗിണി എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നു. നല്ല തണുത്ത കാറ്റ് അവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ചൂളം വിളിച്ച് നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിൽ ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങ് ദൂരെ ഗ്രാമത്തിൽ വെളിച്ചം മിന്നുന്നത് അവൾ കണ്ടു. അപ്പോൾ കാറ്റ് അതിശക്തമായി അടിച്ചു. രാഗിണിയുടെ ദുപ്പട്ട കാറ്റിൽ പറന്നുപോയി. രാഗിണി രക്ഷപ്പെട്ടു. അവൾ തിരിച്ചു വന്ന് സീറ്റിലിരുന്നു. മമ്മി, എനിക്ക് ഇഷ്ടപ്പെട്ട ദുപ്പട്ട പറന്നുപോയി. ഇത്ര നിസ്സാരമായ കാര്യത്തിന് ഈ പെണ്ണിരുന്ന് കരയുന്നത് കണ്ടോ? വേറൊന്ന് വാങ്ങിത്തരാൻ ഞാൻ പോരെ? കണ്ടില്ലേ, നമ്മൾ ഗ്രാമം ക്രോസ് ചെയ്താ പോകുന്നേ. എന്ത് ഭംഗിയാണല്ലേ. അത് ശരിയാ. നമ്മൾ എന്താ നിങ്ങളുടെ നാട്ടിലേക്ക് പോകാത്തത്? നല്ല രസമായിരിക്കും. ഇപ്പൊ അവിടെ ആരും തന്നെ ഇല്ല. നിന്റെ മുത്തശ്ശന്റെ മുത്തശ്ശി എല്ലാം ദൈവത്തിന്റെ അടുത്തെത്തി. അതുകൊണ്ടാ നമ്മളിപ്പോ നഗരത്തിൽ ജീവിക്കുന്നേ. രാഗിണി വീട്ടിലെത്തി തന്റെ മുറിയിലേക്ക് കയറി. ബാഗ് കട്ടിലിൽ വെച്ചപ്പോൾ മൊബൈൽ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. അവൾ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ താഴെ അവളുടെ ദുപ്പട്ട കിടക്കുന്നത് കണ്ടു. അവൾ അതിശയിച്ചു. ഈ ദുപ്പട്ട ട്രെയിനിൽ വെച്ച് പറന്നു പോയതാണ്. അതെങ്ങനെ ഇവിടെ വന്നു? അവൾ വേഗം അതെടുത്തു. എന്നിട്ട് ഷോൾഡറിലിട്ടു കണ്ണാടിയിൽ നോക്കി. അവളുടെ പുറകിൽ ഒരു പ്രേതം നിൽക്കുന്നത് കണ്ടു. അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്ന കണ്ണുകളും അവൾ കണ്ടു. പാറിപ്പറക്കുന്ന മുടിയും കണ്ടു. രാഗിണി പേടിച്ച് നിലവിളിക്കാൻ ആരംഭിച്ചപ്പോൾ പ്രേതം അവളുടെ വായ പൊത്തിപ്പിടിച്ചു. രാഗിണി ബോധം കെട്ടു. രാത്രി മണി 12 അടിച്ചു. രാഗിണിയുടെ മമ്മിയും ഡാഡിയും ഉറങ്ങുകയായിരുന്നു. വാതിൽ പതുക്കെ താനെ തുറന്നു. രാഗിണിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അവൾ സാവധാനം മുന്നോട്ട് നീങ്ങി. ഡാഡിയുടെ അടുത്ത് ചെന്ന് അവൾ പല്ലുകൾ ഞെരിച്ചു. അവളുടെ മുഖം ചുവന്നു. അവൾ ഒരു യക്ഷിയായി. യക്ഷി കത്തി ഉയർത്തി രാജേന്ദ്രബാബുവിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒഴിഞ്ഞു മാറിയപ്പോൾ അയാൾ താഴെ വീണു. കത്തി ബെഡിൽ തറച്ചു. അയാൾ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. രാഗിണിയുടെ അമ്മ എഴുന്നേറ്റു. അവൾ അതിശക്തിയായി അടിച്ചു. ഡാഡിയും എഴുന്നേറ്റു. രാഗിണിയുടെ കയ്യിൽ നിന്ന് അയാൾ കത്തി വലിച്ചെറിഞ്ഞു. നീ എന്നെയാണ് കൊല്ലാൻ പോകുന്നേ? രാഗിണി, നിനക്ക് എന്താ പറ്റിയത്? പറയേ. ഞാൻ രാഗിണിയല്ല, സുരേഖയാണ്. ഇപ്പോൾ ഓർമ്മ വന്നോ? സുരേഖയോ? ഏത് സുരേഖ? ഞാൻ അതേ സുരേഖയാണ്, നിങ്ങൾ ചതിച്ച സുരേഖ. കോളേജിൽ പഠിച്ചപ്പോൾ നടന്നത് ഓർമ്മയില്ലേ? സുരേഖയും രാജേന്ദ്രനും ഒരേ കോളേജിലാണ് പഠിച്ചത്. രണ്ടുപേരും വളരെയധികം പ്രണയത്തിലായിരുന്നു. അന്ന് എല്ലാവരും സംസാരത്തിനാണ് കൂടുതൽ സമയം ചിലവാക്കിയിരുന്നത്. അന്ന് മൊബൈലും ന്യൂസ് ചാനലും ഒന്നും ഇല്ലായിരുന്നു. സുരേഖേ, നമ്മുടെ പ്രേമത്തിന്റെ കാര്യം എന്തായി? അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുവോ? ഒരു പ്രാവശ്യം സംസാരിച്ചു നോക്കൂ. അവർ സമ്മതിച്ചില്ലെങ്കിൽ വേറെന്തെങ്കിലും വഴി നോക്കാം. അല്ല, വേറെ വഴി എന്താ ഉള്ളത്? വേറെ വഴി ഒന്നേ ഉള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുക. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെയൊന്നും പറയല്ലേ. നമുക്ക് വീട് വിട്ട് ഒളിച്ചോടാം. നീ നാളെ സീതാപുരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്ക്. ഞാനും അവിടെ എത്താം. പിന്നെ ബാദൽപൂർ എക്സ്പ്രസിൽ കയറി നമുക്ക് മുംബൈയിലെത്താം. അവിടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. ശരി, നിങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തണം. സുരേഖ അതിരാവിലെ അവിടെ എത്തി. അവൾ രാജേന്ദ്രനെ കാത്തിരുന്നു. നേരം സന്ധ്യയായി. പക്ഷെ രാജേന്ദ്രൻ വന്നില്ല. സുരേഖ എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷെ നിങ്ങൾ വന്നില്ല.
ഞാൻ ശാന്തിപൂർ സ്റ്റേഷനിൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും വരില്ലെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഇന്ന് നിങ്ങൾ അവിടെ എത്തി. അന്ന് എനിക്ക് എന്തോ സംഭവിച്ചെന്ന് നിനക്കറിയാമോ? കാരണം നിങ്ങൾ ചതിയനാണ്. ഈ യക്ഷിയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഇരുന്നതാണ്. ഇല്ല, ഞാനൊരു ചതിയനല്ല. എനിക്കൊരു അപകടം പറ്റിയതാ. അതിൽ എന്റെ കാലറ്റുപോയി. ഇത് എന്റെ കാല് കണ്ടില്ലേ? അതിനുശേഷം ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു, പക്ഷെ നിന്നെ കണ്ടെത്താൻ പറ്റിയില്ല. നിന്റെ വീട്ടുകാർ പറഞ്ഞു നീ എങ്ങോട്ടോ പോയെന്ന്. അതിനുശേഷം ഞാൻ ആ നാട്ടിൽ നിന്ന് തന്നെ പോയി. യക്ഷിയുടെ കോപം തണുത്തു. അവരുടെ പ്രണയ കഥ കേട്ടപ്പോൾ രാഗിണിയുടെ മമ്മി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അനിയത്തി, നീ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പ്രണയിച്ചു. പ്രണയിക്കുന്നവരെ ദുഃഖിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് എന്റെ മകളെയും എന്റെ ഭർത്താവിനെയും വിട്ടേക്കൂ. നിങ്ങളോട് ഞാൻ നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്ക് മുക്തി നൽകൂ. എങ്ങനെ ഞാൻ മുക്തി തരേണ്ടത്? എന്റെ മേൽ പവിത്രമായ ഗംഗാജലം തെളിക്കൂ. എന്നിട്ട് ആ ദുപ്പട്ട കത്തിക്കൂ. ഞാൻ മുക്തി പ്രാപിക്കും. രാജേന്ദ്രബാബു പൂജാമുറിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാഗിണിയുടെ മേൽ തെളിച്ചു. എന്നിട്ട് അവളുടെ ദുപ്പട്ട കത്തിച്ചു. രാഗിണി ബോധം കെട്ടു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സമർത്ഥരായി പ്രവർത്തിക്കേണ്ടതാണ്.